Benny bro. No uncle, no ചേട്ടൻ, no ഇക്ക. Only Benny bro. ബ്രോ ഇത്തിരി ലഹരിയൊക്കെ ഒന്ന് നോണേട്ടെ. ഞാൻ എത്ര പേർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ നല്ല കാണും. അങ്ങനെ എത്ര പേർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല അത് ബെന്നി ബ്രോ ഒരുപാട് പേർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 6 ദിവസം കഷ്ടപ്പെട്ട് ആ ഒരു ദിവസം ഇവർ അടിച്ചു പൊളിക്കുന്ന ദിവസമാണ്. ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ആൾക്കാരാണ് പ്രവാസികൾ. അവരാണ് ഇന്ന് ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു നിർത്തുന്നത്. അഭിനയിച്ച പടം കണ്ടില്ല. ഞാൻ എല്ലാ അഭിനയിച്ച പടങ്ങളും കാണാറില്ല. എൻ്റെ ഓഡിയൻസ്, എൻ്റെ മുമ്പിലിരിക്കുന്ന ലൈറ്റ് ബോയ്സ്, എൻ്റെ ക്യാമറ ക്രൂ, അവരുടെ കയ്യിൽ എനിക്ക് എത്രത്തോളം ജനറേറ്റ് ചെയ്യാനായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഉടനെ തന്നെ ഐ എം സാറ്റിസ്ഫൈഡ്. അല്ലാതെ ഞാൻ പോയി സ്ക്രീൻ നോക്കാറില്ല. ഞാൻ ഒരിക്കലും സ്ക്രീൻ നോക്കാറില്ല. പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ യഥാർത്ഥത്തിൽ സിനിമ അഭിനയം നിർത്തിയവനാണ്. ഞാനൊരു സീനിയർ ജൂനിയർ അതൊക്കെ വന്നിട്ട് ആക്ച്വലി വന്നിട്ട് ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഞാൻ പെട്ടെന്ന് ജെല്ലാവും. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ്. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് രവീന്ദ്രൻ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് മോസ്റ്റ് റീസെന്റ് ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ബെന്നി ചേട്ടാന്ന് വിളിച്ച് തുടങ്ങാൻ തന്നെയാണ് താല്പര്യം. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബെന്നി ചേട്ടൻ ടു ദ ഷോ. ബെന്നി ബ്രോ. ബെന്നി ബ്രോ. അങ്കിൾ എന്ന് വിളിക്കണം. ബെന്നി ബ്രോ. ഇവിടെ നോ അങ്കിൾ, നോ ചേട്ടൻ, നോ ഇക്ക. Only Benny bro. ആ ഒരു ക്യാരക്ടർ അത്രമാത്രം ഏറ്റെടുത്തിരിക്കുകയാണ് ജനങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി എന്ത് തോന്നുന്നു ഇപ്പം? ഐ എം വെരി ഹാപ്പി ആക്ച്വലി. കാരണം എനിക്ക് പ്രവാസികളുടെ ലൈഫ് അറിയാം. പ്രവാസിയുടെ എന്താണ് ഈ 6 ദിവസം കഷ്ടപ്പെട്ട് ആ ഒരു ദിവസം ഇവർ അടിച്ചു പൊളിക്കുന്ന ദിവസമാണ്. ആ വീക്കെൻഡ് എന്ന് പറയുന്ന ദിവസം ഈ ക്യാമ്പുകളിൽ അടിച്ചു പൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് ഞാൻ ഈ 2016 തൊട്ട് ഞാൻ അവിടെ പോവുകയും പിന്നീട് ഞാൻ ഒരു പ്രവാസ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇവർ കണ്ട പല പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ വിഷു ആരംഭിച്ചു. ഈ വിഷു അടുത്ത ഓണം വരെയുണ്ട്. അവർ ഓണം തുടങ്ങിയാൽ അടുത്ത ക്രിസ്മസ് വരെ ഓണം ആഘോഷിക്കുന്നവരാണ്. അപ്പോൾ എവിടെയും അവർ ആഘോഷങ്ങൾ കാണാം. കാരണം ബാക്കി 6 ദിവസവും അൺസർട്ടനിറ്റി ജീവിക്കുന്നതാണ്. എന്നാലോചിക്കുക, ഒരു ഡെമോക്രസിൻ്റെ വാൾ തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് അവരുടെ. എപ്പോൾ വേണമെങ്കിലും ജോലി പോവാതിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ അൺസർട്ടനിറ്റിയിലും ലൈഫിനോട് പോരാടി ജീവിക്കുന്ന ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ആൾക്കാരാണ് പ്രവാസികൾ. അവരാണ് ഇന്ന് ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചു നിർത്തുന്നത്. അവരുടെ കഷ്ടപ്പാട്, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരെ പ്രതിദാനം ചെയ്തിട്ട് അഭിനയിക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരം, ഒരു പ്രവാസിയായി മാറിയ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. എൻ്റെ കൂടെ അഭിനയിച്ച പലരും അതിനകത്ത് ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് 2016 തൊട്ടിട്ട് ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനായിട്ട് നടക്കുന്നതിലായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു അന്ന് അവരെ കണ്ട് ആക്സിഡൻ്റായിട്ട് കണ്ടപ്പോൾ. അപ്പോൾ രജനീഷ് ആയാലും പലരും അതിനകത്തുള്ളവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രവാസികളുടെ ഒപ്പം ഒരു പ്രവാസിയായിട്ട് അഭിനയിക്കുകയും അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ഒരു ഡബിൾ ഇരട്ടി മധുരമാണ്. ഒന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് ഇത് ഏറ്റെടുത്തത്. അപ്പം ഞാനും ഒരു പ്രവാസിയാണ്. അപ്പോൾ എനിക്കും അത് വളരെയധികം ഒന്ന് സന്തോഷമുണ്ട്. ആ പ്രവാസിയുടെ ലൈഫിനെ ജനങ്ങളിലേക്ക്, അതിൻ്റെ ഒരു സന്തോഷത്തിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയും അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു പ്രവാസി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ഒരു 2-3 ബുദ്ധിമുട്ടുകൾ, നമ്മളെ ഏറ്റവും അലട്ടുന്ന 2-3 ബുദ്ധിമുട്ടുകൾ എന്തായാലും? അൺസർട്ടനിയാണ്. അല്ല, ഈ ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. 2 എന്ന് പറയുന്നത് ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എപ്പോഴും പെട്ടെന്ന് ഇവിടത്തെ പോലെ വിചാരിക്കുന്ന പോലെയൊന്നും നമുക്കൊരു എത്താൻ പറ്റിയെന്നല്ല. അങ്ങനെയൊന്നുമല്ല. അവരുടെ ജീവിതം എപ്പോഴും റിസ്ട്രിക്റ്റഡാണ് ലൈഫിനകത്തേക്ക്. തോന്നിയപ്പോൾ അങ്ങനെ കയറി വരാൻ പറ്റുന്നതല്ല. സ്വന്തം ബിസിനസ് ഉണ്ടാവണം. ജോലിക്കാർക്കൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന മറ്റൊരു ഭയങ്കര ഒരു വിഷമ സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുടെ മരണം സംഭവിച്ചാൽ പക്ഷേ അവിടെയുള്ള പ്രവാസികളും എല്ലാം ഒരുമിച്ച് കൂടി നിന്ന് അവരൊരു ഒത്തൊരുമയായിട്ട് നിന്ന് ആ ബോഡീനെ നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രയത്നമുണ്ട്. ശരിക്കും എന്ത് സംഭവിച്ചാലും മലയാളിയുടെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒത്തൊരുമിച്ച് നിൽക്കും, പിന്നെ എല്ലാം മറക്കും. അതാണ് ലോകത്തിന് മുമ്പിൽ മലയാളിക്ക് മുമ്പിലേക്ക് വെക്കാനുള്ളത്. അതിപ്പോൾ നമ്മൾ വയനാട് ദുരന്തത്തിലും ഇവിടെ ഇരിക്കുന്ന പ്രളയകാലത്തും നമ്മളത് കണ്ടതാണ്. അതേപോലെയാണ് അവിടെ ഒരാൾക്കൊരു പ്രശ്നമുണ്ടായി അങ്ങനെ ഒരു ഇതായി കഴിഞ്ഞാൽ ഈ അസോസിയേഷനുകളെല്ലാം വന്ന് അവരെ സഹായിച്ച്
അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവാസിയിൽ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. രണ്ടാമത് അവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും ആദ്യം എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗൾഫ്. ഇപ്പം തന്നെ കണ്ടില്ലേ, അത് തന്നെ. അപ്പോൾ എല്ലാ തരത്തിലും അതിനെല്ലാം അതിജീവിച്ച് അവർ മുന്നിലേക്ക് വരികയാണ്. അതിനിടയിൽ നാട്ടിലുള്ള പല പ്രശ്നങ്ങളെയും അവർ ഹാൻഡിൽ ചെയ്യുക. അവർക്ക് കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന പലരും ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരുടെയും വിഷമങ്ങൾ ഒരുപാടുണ്ട് ശരിക്കും. ഇതിനെല്ലാം അതിൻ്റെ ഉള്ളിലെല്ലാം സന്തോഷം കണ്ടെത്തുകയാണ് അവർ. അതിലാണ് അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത്. ഇപ്പം ആ ഒരു മൂവിയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ 6 ദിവസത്തെ അധ്വാനം കഴിഞ്ഞ് ഒരു ദിവസത്തെ അടിച്ചുപൊളിയുണ്ട്. ആ അടിച്ചുപൊളിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എത്ര പേർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവരൊക്കെ നല്ല കാണുന്നു. അങ്ങനെ എത്ര പേർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്? അല്ല, അത് ബെന്നി ബ്രോ ഒരുപാട് പേർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബെന്നി ബ്രോ അതുകൊണ്ടാണ് പറഞ്ഞത്. ബെന്നി ബ്രോ ഒരുപാട് പേർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് നയിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഞാൻ അതിനകത്ത് എനിക്ക് ഈ ഒഴിവ് ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കും. കാരണം ആ ദിവസങ്ങളിലാണ് കൂടുതലും ഈ ഫിലിമിൻ്റെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും നടക്കുന്നത്. അവർക്ക് അപ്പോഴേ സമയം കിട്ടുന്നത്. അപ്പം നമ്മൾ മറ്റ് വീക്ക് ഡേയ്സിലല്ല ബിസി, വീക്കെൻഡ്സിലാണ് അവിടെ ബിസി. ഞാൻ പോയ തുടക്കകാലത്ത്. പിന്നെ എൻ്റെ കമ്പനിയെല്ലാം തുടങ്ങിയപ്പോൾ അഫ്കോഴ്സ് ഞാൻ വീക്ക് ഡേയ്സിലും വന്നിട്ടുള്ള അതിനകത്തേക്ക് ബിസിയായി. അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രമായിട്ട് നിൽക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഞാൻ അവിടെ പോകുമ്പോൾ എന്ത് കാര്യങ്ങളും വീക്കെൻഡിൽ നടക്കുകയുള്ളൂ. കാരണം വീക്ക് ഡേയ്സിൽ എല്ലാവരും ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും വീക്ക് ഡേയ്സിൽ നടന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ ആയിരിക്കും ദിവസം മുഴുവൻ വേസ്റ്റ് ആണല്ലോ ഇവിടെ പലരും. അപ്പോഴാണ് പിന്നെ നമ്മൾ വീക്കെൻഡിലാണ്. അപ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും കാര്യങ്ങൾ ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ കമ്പനി തുടങ്ങിയപ്പോൾ വീക്ക് ഡേയ്സും കറക്റ്റായി. അങ്ങനെ ഒരു പ്രവാസിയായിട്ട് പലയിടത്തും പോയി സിനിമ കാണിച്ചും എല്ലാമായിട്ട് ഞാൻ അവിടെ ജീവിച്ചു. നമ്മൾ ആ ഒരു സീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് സാറാണ് ആ ഒരു മൂവിയിൽ, ആ ഒരു സീനിൽ വരുമ്പോൾ. അപ്പം സാറിന് എന്തായിരുന്നു എന്തായാലും അവർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അയ്യോ, ഇത്രയും സീനിയർ മോസ്റ്റ് ആക്ടറിൻ്റെ ഒപ്പമാണ് ഞാൻ അഭിനയിക്കുന്നത് എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും. അപ്പം എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി ഇല്ലല്ലോ, ഞാൻ വിത്തിൻ 5 മിനിറ്റ്സ് ഞങ്ങൾ എല്ലാവരും ജെല്ലാവും. അപ്പോൾ അതിൽ അഭിനയിച്ച പലരും എൻ്റെ ഗ്രൂപ്പിലെ ആൾക്കാരായിരുന്നു. പണ്ട് എനിക്കറിയാം, ഞാൻ ഈ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് മോഹൻലാൽ ചെയർമാനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സംവിധാനമുണ്ട്, കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം. അതുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന പലരും അതിനകത്ത് അഭിനയിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു. എന്നെ അറിയാം അവർക്ക്. മറ്റുള്ളവരും ഇപ്പോൾ എല്ലാവരുമായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ജെല്ല് ചെയ്യാൻ പറ്റും എല്ലാവരുമായിട്ട്. ഞാൻ പിന്നെ എല്ലാവരെയും വളരെ സാധാരണമായിട്ടും ഈക്വലായിട്ട് കാണുന്നതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ ഫ്രീ ആകുമ്പോൾ അവരും ഫ്രീ ആവും. ഫ്രീ ആയാലും കാരണം എനിക്കങ്ങനെ ഒരു വെയിറ്റ് ഇട്ട് പോകുന്നത് എനിക്കറിയില്ല. ഒരു ബോൾ ഓഫ് ഫയർ ആണ്, ഒരു എനർജി ബോംബാണ് സാറിന് തോന്നുന്നു. ഇപ്പൊ ഇത്രയും നേരം ആണോ? അത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ജെല്ലാവും. ഞാൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കാഷ്വലായിട്ട് വർത്തമാനം പറയും. ഞാൻ അവരുമായിട്ട് സ്നേഹബന്ധമാവും. എല്ലാവരുമായിട്ട് വന്നിട്ട് കാഷ്വലായിട്ട് നിൽക്കാൻ പറ്റും. അതെനിക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ ഏത് സെറ്റിൽ പോയാലും അവിടുത്തെ ലൈറ്റ് ബോയ് ആയാലും എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ഞങ്ങൾ അവിടെ വന്ന് എന്നാലാണ് എനിക്ക് അറ്റ്മോസ്ഫിയർ ഒരു ജോളിയായിരുന്നാലാണ് എനിക്ക് പെർഫോം ചെയ്യാനും എനിക്ക് ഭയങ്കര സൗകര്യം കിട്ടുക. അല്ല ഒരു ടെൻസ്ഡായിട്ട് ഒരു വെയിറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എൻ്റെ ലൈഫിനെ ഐ വോണ്ട് ടു ലീവ് മൈ ലൈഫ് ആൻഡ് ഐ ആം ലീവിങ് മൈ ലൈഫ്. സോ എവരിവെയർ നമ്മൾ മനുഷ്യബന്ധങ്ങൾ എപ്പോഴും വന്ന് നമ്മൾ സ്നേഹത്തിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് എനർജി കൂടുതലുണ്ടാവുക. അപ്പോൾ ആ എനർജി ഉണ്ടാവാൻ ഞാൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ചെല്ലാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും എൻ്റെ അടുത്ത് ഞാൻ ഈ ഫാൻറ്റം 5 ചെയ്യുമ്പോൾ ഞങ്ങളുടെ അവസാന ദിവസം എൻ്റെ അടുത്ത് അതിൻ്റെ ഡയറക്ടർ ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു എനിക്ക് എൻ്റെ അവസാന ദിവസം ഷൂട്ടിങ്ങിൻ്റെ. അപ്പോൾ അന്ന് അവൻ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡേ വരുമ്പോൾ അവന് ആകെ ടെൻഷനായിരുന്നു. ഒരു സീനിയർ ആക്ടർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവൻ ആകെ വന്നിട്ടില്ല, അവനെന്ന് പറഞ്ഞാൽ വയറ്റിൽ വേദന, അവനെല്ലാം ആയിരുന്നു പറഞ്ഞു. പക്ഷേ വിത്തിൻ ഒരു 1/2 hour കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഭയങ്കര ഈസി ആയി എന്ന് അവൻ പറഞ്ഞു ജിമ്മ്. അപ്പോൾ അതേപോലെ തന്നെയാണ് സമീൻ ഷായി ഞാനും അതേപോലെ അതിൻ്റെ എഡിറ്ററായിട്ടും അതിൻ്റെ ക്യാമറ ഞങ്ങൾ ഭയങ്കര പെട്ടെന്ന് ആ തുടങ്ങിയ ദിവസം തൊട്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ടായി. അപ്പോൾ ഫ്രണ്ടായിട്ട് ഞങ്ങളൊരു കമ്പനി ആയിട്ടാണ് നമ്മൾ അഭിനയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയാണ്. ഞാനൊരു സീനിയർ ജൂനിയർ അതൊക്കെ വന്നിട്ട് ആക്ച്വലി വന്നിട്ട് ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ. ഈ സീനിയർ ജൂനിയർ അങ്ങനെയൊന്നുമില്ല. ഞാൻ അതിനൊന്നും അങ്ങനെ കാണാറേ ഇല്ല. കാരണം ഞാൻ വന്നപ്പോഴും ഞാൻ പുതിയവനായിരുന്നല്ലോ, എനിക്ക് അങ്ങനെ പെരുമാറി അറിയാവുള്ളൂ. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും ഫ്രണ്ട്സായിരുന്നു.
അപ്പോൾ എല്ലാം വന്നിട്ട് ബ്രോ ലെവലിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ആ ബ്രോ ലെവലിൽ തന്നെ കണ്ടാൽ അങ്ങനെ കാര്യങ്ങൾ മുമ്പിലേക്ക് പോകും. എന്നെ ഷൂട്ടിങ് എല്ലാവരും പറയും വന്നിട്ട് ചേട്ടൻ വരുമ്പോൾ ഭയങ്കര ഒരു എനർജി ഉണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് കോമഡി പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കുക. അപ്പോൾ അത് വളരെ ഗുണം ചെയ്യും നമുക്ക്. നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് ഒന്ന് സന്തോഷമായിരിക്കും. ഈ ജെല്ലാവുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇടുക്കി ഗോൾഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ടും പെട്ടെന്ന് ജെല്ലാവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ന്യൂ ജെന്നുള്ള ആൾക്കാരായിട്ടാണെങ്കിൽ പെട്ടെന്ന് ജെല്ലാവുന്നുണ്ട്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ സാധിക്കുന്നത്? കാരണം ഓൾ ജനറേഷൻസ് ഇന്ന ജനറേഷൻ പോലും ഇല്ല. ഞാനിപ്പോൾ ഈ ഫാൻഡം 5 അത് ആൽഫയായിട്ടാണ് അവർ ചെയ്യണേ. എല്ലാ സ്കൂൾ കുട്ടികളാണ്, അവരുടെ ഒരു അങ്കിളായിട്ടാണ് ഞാൻ അതിനകത്തുള്ളത്. പക്ഷെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവർ ഞാനും ഭയങ്കര ഫ്രണ്ട്ലി പോലെയാണ്. ഇവന്മാർ നമ്മുടെ മേത്തൊക്കെ കയറി കളിക്കുക. ഇവന്മാരുടെ ആ ഒരു സീനിയർ ആണെന്നുള്ളതിനകത്തൊന്നും അവർക്കില്ല. അവരത് പെട്ടെന്ന് തന്നെ ആ ഒരു ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഷെയ്ക്കാനൊക്കെ തന്നെ അവന്മാർ അങ്ങനെ ഒരു പെട്ടെന്ന് ഞങ്ങളങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്കിന്ന്. അപ്പം അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ അതൊരു ഈസിനെസ് ഫീൽ ചെയ്യും. ഞങ്ങളെല്ലാം ഞാനും അവരൊക്കെ ആയിട്ട് നിന്ന് അഭിനയിക്കുമ്പോൾ അത് ശരിക്കും നമ്മൾ ഇതെന്താ പറയുക, നമ്മൾ ലൈഫിനെ കാണുന്ന കാഴ്ചപ്പാടാണ്. നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നഷ്ടം. വെയിറ്റ് ഇട്ടിരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മളൊരു നേട്ടമല്ല, നമ്മളെപ്പോഴും വന്നിട്ട് ലൈക്ക് റെസിപ്രിക്കേഷനാണ്. നമ്മൾ ഒരു ഹാപ്പിനെസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളുടെ എനർജി തന്നെത്താനെ വരും. നമ്മൾ അതായിരിക്കും ചിലപ്പോൾ വന്നിട്ട് എനിക്ക് വന്ന് പലപ്പോഴും എൻ്റെ ഒപ്പമുള്ളവരെക്കാളും ഞാൻ യൂത്ത്നെസ് കീപ്പ് ചെയ്യാനുള്ള കാര്യം ഞാൻ നോക്കണത്. എനിക്ക് എല്ലാ ജനറേഷനും എല്ലാവരും ഈക്വലാണ്. അതിപ്പോൾ എനിക്ക് ടോപ്പായാലും ശരി സാധാരണ ഒരു മനുഷ്യനടുത്ത് ഞാൻ ഒരുപോലെ പെരുമാറുക. അപ്പോൾ അത് പലപ്പോഴും പല സ്ഥലത്തും അത് പ്രശ്നമുണ്ട്, എൻ്റെ അടുത്ത് പറയും. പക്ഷേ എനിക്കത് കുഴപ്പമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ടോപ്പ് ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെയാണ് ഞാൻ വന്ന് സാധാരണ ഒരു മനുഷ്യനും പെരുമാറുന്നത്. അതെപ്പോഴെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്? അപ്പം കുറേ പേര് അതൊരു പ്രശ്നമായെന്ന് പറഞ്ഞു കൊണ്ട് എൻ്റെ അടുത്ത് പലരും വന്ന് ഞാനിങ്ങനെ ഫ്രീ ആവുന്നതിന് ഉപദേശിക്കും. നീ അങ്ങനെയല്ല വേണ്ടേ, വെയിറ്റ് ഇടണം, ഇന്നവരായിട്ട് ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ ഫ്രീ ആവാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയാറുള്ള ആൾക്കാരുണ്ട്. ഞാൻ അതിനൊന്നും എനിക്ക് മനസ്സിലാക്കാറില്ല. എനിക്ക് തന്നെ അത് ചെവി കൂടെ വിടുകയല്ല, എനിക്കത് മനസ്സിലാവാറില്ല. ബേസിക്കലി ഞാൻ എന്താ ചെയ്യണേന്ന് ഞാൻ അതിനെ ഒരു ബോധപൂർവമായിട്ട് നമുക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റില്ല ബിഹേവിയറെ. അഫ്കോഴ്സ് ഇനി ഒരു ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ഞാൻ ചെയ്യേണ്ടി വരുവാണെങ്കിൽ എനിക്ക് അവിടെ വന്ന് ചില പ്രോട്ടോക്കോള് ചെയ്യേണ്ടി വരുമായിരിക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ചില കോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കും, നമ്മൾ ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളൊരു ഫങ്ഷന് ബേസ് ചെയ്യുമ്പോൾ നമ്മൾ ചില പ്രോട്ടോക്കോൾ ചെയ്യേണ്ടതായിരിക്കാം. ബാക്കി എല്ലാ സമയവും നമുക്ക് ആ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കേണ്ടി വരില്ല, നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളായിട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സമയത്തിന് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് വി ആർ ലീവിങ് യുവർ ലൈഫ്. മറ്റേതെന്ന് പറയുന്നത് നമ്മളൊരു ഭയങ്കര ഒരു വീർപ്പ് മുട്ടിയായി. നമ്മളിപ്പോൾ ഒരു പ്രോട്ടോക്കോൾ പോലെ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റേതായ മാന്യതയിൽ നിൽക്കുക, ഇരിക്കുക, ബിഹേവ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിക് മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനത്തിന് നമ്മൾ അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും. ബട്ട് എവറി ടൈം നമ്മളൊരു പ്രോട്ടോക്കോളിലാണ് നമ്മൾ ഉണ്ടാക്കിയതെങ്കിൽ, നമ്മൾ തന്നെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കി നമ്മൾ തന്നെ ഒരു മതിൽ കെട്ടി ആൾക്കാരെ അകറ്റി നിർത്തുകയാണെങ്കിൽ അത് ശരിക്കും യു ആർ മിസ്സിങ് ദ ലൈഫ്. എന്നെ സംബന്ധിച്ചോളം there is only one chance for a human being. മാക്സിമം എൻജോയ് ചെയ്യാം, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. എൻജോയ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലോറേഷൻ. എവറി ടൈം നിങ്ങൾക്ക് എൻജോയ്മെൻ്റ് ആയിരിക്കില്ല കിട്ടുക എന്നത്. ഇറ്റ് മേ ബി പെയിൻഫുൾ ഇഷ്യൂസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു കാൺട്ട് എക്സ്പ്ലോർ ഇറ്റ്. യു ക്യാൻ എക്സ്പ്ലോർ എവറി മൂമെൻറ്റ്. യു ക്യാൻ ലേൺ ലോട്ട് ഓഫ് തിങ്സ്. ആക്ച്വലി നിങ്ങൾ വിഷമഘട്ടത്തിലായിരിക്കും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും പഠിക്കുന്നതും. സോ എവറിത്തിങ് ആക്ച്വലി നമുക്ക് ദൈവം തരുന്ന ഈ ലൈഫിനെ എങ്ങനെ നമ്മൾ നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനകത്താണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദെൻ യു ഹാവ് എവറി മൂമെൻറ്റ് യു ആർ ലിവിങ് ആൻഡ് ദാറ്റ് എനർജി കീപ്സ് യു അപ്പ്. ഫുൾ എനർജിയിൽ നിൽക്കും. അപ്പോൾ നമ്മളുടെ സ്ട്രെങ്ത് ഉണ്ടാവും, നമ്മൾ ആ ഒരു സ്ട്രോങ്നെസ് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ വാഴ 2-ൽ വേറെ വരുന്നൊരു റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണി സിൻസിന്റെ റെഫറൻസ് ആണ്. ഏതാ ജോണി സിൻസിന്റെ റെഫറൻസ്? ജോണി സിൻസ് ആണോ? അതേതായിരുന്നു? എനിക്ക് ഈ പടമോ? അല്ലല്ല, ജസ്റ്റ് ആ ഒരു ക്യാരക്ടർ മാത്രം. ഒരു ബോൾഡ് ഹെഡഡ് മൊട്ടത്തലയുള്ള ചേട്ടൻ വന്നിട്ട് ഇലക്ട്രീഷ്യൻ ആയിട്ടും പ്ലംബർ ആയിട്ടും ലാസ്റ്റ് സീനിൽ അബൌട്ട് ദ എൻഡ്. ആണോ? സർ മൂവി മൊത്തം കണ്ടില്ലേ?
ഞാൻ ഈ സിനിമ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അധികം സിനിമ ഞാൻ കാണുന്ന മുഴുവൻ എനിക്ക് ആ സമയത്ത് ഞാൻ ഒരുപാട് ബിസിയായി. ഞാൻ വാഴ 2 കണ്ടില്ല. അഭിനയിച്ച പടം കണ്ടില്ല. അത് ഞാൻ എല്ലാ അഭിനയിച്ച പടങ്ങളും കാണാറില്ല. ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ അവിടെ വിട്ടു. അവിടെ എൻജോയ് ചെയ്തോന്ന് ഞാൻ ഓഡിയൻസ് അവിടെ അറിയാതിരിക്കും. അത് കഴിഞ്ഞാൽ അത് ശരിയായില്ലെങ്കിൽ ഞാൻ വൺമുറി കഴിക്കും. കാരണം എനിക്ക് എൻ്റെ ഓഡിയൻസ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ലൈറ്റ് ബോയ്സ്, എൻ്റെ ക്യാമറ ക്രൂ, അവരുടെ കയ്യിൽ എനിക്ക് എത്രത്തോളം ജനറേറ്റ് ചെയ്യാനായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഉടനെ തന്നെ ഐ എം സാറ്റിസ്ഫൈഡ്. അല്ലാതെ ഞാൻ പോയി സ്ക്രീൻ നോക്കാറില്ല. ഞാൻ ഒരിക്കലും സ്ക്രീൻ നോക്കാറില്ല. ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണാനായിട്ടല്ല, ഞാൻ ചെയ്തത് എങ്ങനെ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പെട്ടെന്ന് മാത്രമേ എനിക്കറിയണ്ടു. അതിൻ്റെ റിയാക്ഷൻ ഞാൻ നോക്കും ആദ്യമേ തന്നെ. അതെനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സപ്പോസ് അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ അപ്പം തന്നെ ഞാൻ പറയും ഒന്നുകൂടി എടുക്കാമെന്ന് പറയും ഞാൻ. കാരണം എനിക്ക് തന്നെ അറിയാം എവിടെയെങ്കിലും ഒരു ചെറിയ ടൈമിങ് വ്യത്യാസം വന്നെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ടൈമിങ് ഞാൻ ശ്രദ്ധിക്കുക. അതിനൊരു ടൈമിങ് വേണം നമുക്ക്. ആ ടൈമിങ്ങിനെ ഞാൻ കറക്റ്റായിട്ട് വീണില്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ കാണാതെ ഞാനിപ്പോൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന അറിയാമോ, എന്നെ കണ്ടുകൊണ്ട് ഞാനെന്ത് പെർഫോം ചെയ്യുന്നത് ഞാനല്ലല്ലോ ജഡ്ജ് ചെയ്യട്ടെ. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കായിട്ടാണ്. ഈ സിനിമ ഈസ് ആക്ച്വലി ഫോർ ഓഡിയൻസ്. Okay. Yes. There are cinema for our self-expression, but this cinema is for the audience. So I entertain audience എന്ന് ഞാൻ കേൾക്കുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ഇനഫ് ഫോർ മീ. ഞാനതിനെ എന്നെ പോയി ജഡ്ജ് ചെയ്യാൻ നിൽക്കണം, എൻ്റെ ആവശ്യം ചുമ്മാ വിട്ടുകളയാണ്. ഞാൻ പിന്നെ ആ സിനിമയിൽ എന്താ പറഞ്ഞാൽ എനിക്കെപ്പോഴും ഞാൻ ചെയ്തതിനെ പോയി കണ്ട് അതിനെ സ്വയം ആസ്വദിക്കുന്ന പരിപാടിയില്ല. ഞാനിങ്ങനെ ഒരുപാട് നേരം കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കണമെന്നല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, കണ്ണാടി നോക്കി നമ്മൾ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. എൻ്റെ ഞാൻ മേ ബി ഇറ്റ് കം ഫ്രം മൈ ഗട്ട് ആക്ച്വലി. സോ ഐ ഫീൽ ലൈക്ക് മേ ബി ഞാൻ എല്ലാവരുമായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട്, എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്നതുകൊണ്ട്, പിന്നെ ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ് ടോട്ടലി മൂവ് വിത്ത് റിതം അല്ല ഞാൻ മൂവ് ചെയ്യണം. അപ്പോൾ അതെല്ലാം എനിക്ക് വന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഗുണം ചെയ്യാറുണ്ട്. ഞാനതിന് വലിയൊരു ആക്ടർ ആവാനായിട്ട് അതല്ല, ഞാനൊരു ഫിലിം സ്റ്റഡീസിൽ ഒരു ഫിലിം സ്കോളർ ആവാനായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നവനാണ്. ഫിലിമിൻ്റെ ആസ്തെറ്റിക്സിനെ പഠിപ്പിക്കുക, ഫിലിമിൻ്റെ ലൈക്ക് ടെക്നോളജി പഠിപ്പിക്കുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് പരിപാടികൾ. സിനിമ അഭിനയം എന്ന് പറയുന്നത് ഞാനത് പഠിച്ചതും അതിനകത്ത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്നപ്പോഴും ഉണ്ടായിരുന്നത് അതിനകത്ത് ഡാൻസ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഐ വിൽ കോൾ മൈസെൽഫ് മേ ബി ഐ എം എൻ എൻ്റർടൈനർ ദാൻ ആൻ ആക്ടർ. ഓക്കെ, ഐ എം മോർ ദാൻ ആൻ ആക്ടർ ആക്ച്വലി. കാരണം ഞാനൊരു ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് അതാണ് വേണ്ടത്. നിങ്ങൾ ഈ ഇരിക്കുന്ന നിങ്ങളൊരു എന്തിനാ വന്നത്, എല്ലാം മറന്ന് ചിരിക്കാനും ആസ്വദിക്കാനല്ലേ സിനിമ കാണാൻ. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് എൻ്റെ ധർമ്മം എന്താ, നിങ്ങളെ ആസ്വദിപ്പിക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ ബോഡി ലാംഗ്വേജിൽ പെർഫോമൻസിലൂടെ ഞാൻ ചെയ്യാൻ പറ്റിയ ദാറ്റ്സ്. ഇപ്പോൾ സാറ് തമിഴ്, തെലുഗു, മലയാളം എല്ലാത്തിലും അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ക്യാരക്ടർ റിജക്റ്റ് ചെയ്തിട്ട് അയ്യോ എനിക്കത് ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് പടം ഞാൻ എൻ്റെ ജഡ്ജ്മെൻ്റൊന്നും കറക്റ്റാവാറില്ല. ഞാൻ മഞ്ഞുരിഞ്ഞ പൂക്കൾ വിട്ട് ഞാൻ വിട്ട പടങ്ങളാണ്. മോഹൻലാൽ ആയിട്ടോട്ട് ശക്തമൊരു ഇരുട്ടെ വിജയകാന്തിനെ ഹീറോ ആക്കിയ പടം ഞാൻ വിട്ട പടമാണ്. ഒരുപാട് പടം ഇപ്പം ഇറങ്ങിയ പല പടങ്ങളിലും ഞാൻ ചെയ്യാത്തതുണ്ട്, മനസ്സിലായ. അപ്പോൾ ഞാൻ ചെയ്ത പടങ്ങളേക്കാൾ ഇരട്ടി പടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് പല കാരണങ്ങളും കൊണ്ട്. ഒരുപക്ഷെ അതിൽ എൻ്റെ എല്ലാ ജഡ്ജ്മെൻറ്റും കറക്റ്റാണെന്നൊന്നുമില്ല. ഞാൻ ആക്ച്വലി വന്നിട്ട് പക്ഷെ അത് വേറെ ഗുണം എനിക്ക് ചെയ്തിട്ടുണ്ട്. അതല്ല, അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആ സമയങ്ങളിൽ ഞാൻ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ വെയിറ്റേജ് എപ്പോഴാണെന്ന് മനസ്സിലാക്കണത് നമ്മളിതിൻ്റെ കിട്ടുന്ന റിസൾട്ട് അനുസരിച്ചിട്ടാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഒരു പരിധി വരെ ഞാൻ ഒരുപാട് സിനിമ ഇപ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ യഥാർത്ഥത്തിൽ സിനിമ അഭിനയം നിർത്തിയവനാണ്. ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത്. അതിന് തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ ഐ ഹാഡ് ഡൺ ഇനഫ് ഫിലിംസ്, ഓൾമോസ്റ്റ് മോർ ദാൻ 130 ഫിലിംസ് ഞാൻ ചെയ്തു. ഞാൻ അത് മാത്രമല്ലല്ലോ, ഞാനൊരു ആക്ടറായിട്ട് മാത്രമല്ല ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ ഈ ഒരു ലൈഫിനെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പക്ഷേ എനിക്ക് ലൈക്ക് ഞാനൊരു വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട്
ആ വ്യത്യസ്തമായ രീതിയിലേക്ക് ജീവിക്കണമെന്നും എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ഇന്റീരിയർ ഡിസൈനർ ആയിട്ടുണ്ട്, ഞാൻ സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഫിലിം പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, ഞാൻ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിനെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് അതിനുശേഷം ഞാൻ സിമെൻറ്റ് സ്റ്റീൽ വിറ്റിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇവിടെ മാർക്കറ്റിലെ 3 പ്രോഡക്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇറക്കിയത് ഞാനാണ്. ലൈക്ക് 53 ഗ്രേഡ് സിമെൻറ്റ് ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഞാൻ കാരണമായിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഒരുപാട് മേസൺ 10-200 മേസൺ മീറ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്, എൻജിനീയേഴ്സ് മീറ്റ് നടത്തിയിട്ടുണ്ട്, ആർക്കിടെക്ട് മീറ്റ് നടത്തിയിട്ടുണ്ട് 90-ൽ. ഞാൻ അങ്ങനെ ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വാക്താവായിട്ട് ഞാൻ അങ്ങനെ അതിനെ റെപ്രസെൻറ്റേറ്റീവ് പോയിട്ട് എനിക്ക് ഈ പപ്പയുടെ സ്വന്തം അപ്പോസ് കഴിഞ്ഞിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ ഒരു മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്തു വേൾഡ് ഓഫ് കോൺക്രീറ്റ് USA. അതിനുശേഷം ഞാൻ ഇവിടെ വന്നാണ് എനിക്ക് BPCL വേണ്ടിയിട്ടുള്ള ഈ കാനാപ്പി ഉണ്ടല്ലോ, പണ്ട് പെട്രോൾ ബങ്കിന് റൂഫ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ സ്പെസിമെൻ ചെയ്ത് കൊടുത്ത ഞാനാണ്. അതേപോലെ ഗൾഫാർ ഉണ്ടല്ലോ കൺവെൻഷൻ സെൻറ്റർ, അത് ചെയ്ത ഞാനാണ്. അതേപോലെ UC കോളേജ് സ്റ്റേഡിയം ചെയ്ത ഞാനാണ്, ഇൻഡോർ സ്റ്റേഡിയം. തുഞ്ചംപറമ്പിലെ കൂത്തമ്പലം പള്ളി, കോതാട് പള്ളി, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ചെയ്യാൻ പറ്റി. ഞാൻ ഇന്റീരിയർ ഡിസൈനായിട്ട് ഹാൻഡിക്രാഫ്റ്റ് എംപോറി എറണാകുളത്ത് എൻ്റെ ഡിസൈനാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്ത. മൊത്തത്തിൽ എല്ലാം കൈവയ്ക്കാത്തൊരു മേഖല ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാൻ സ്റ്റീൽ സിമെന്റിലൂടെ വന്ന എല്ലാത്തിലും ആർട്ട് ബേസാണ്. ആർട്ടിന് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ബിക്കോസ് ആർട്ട് മേഡ് ദിസ് വേൾഡ്. സോ ഞാൻ പഠിച്ച ആർട്ടിനെ ഞാൻ എങ്ങോട്ടെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും അവിടെ എല്ലാം കണക്ട് ചെയ്തിട്ട് ഞാൻ ക്യാമ്പസുകൾ തോറും സിനിമ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെയും ലോകം മുഴുവൻ ഞാൻ നടന്ന് സിനിമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഐ വോണ്ട് ടു ലീവ് മൈ ലൈഫ്. ഞാനൊരു ആക്ടർ ആയിക്കഴിഞ്ഞ് മാത്രം ജീവിച്ചാൽ ഒരുപക്ഷെ ഞാൻ ചുരുങ്ങിപ്പോവും. ഞാൻ എങ്ങും അതിൽ തന്നെ ഞാൻ നിന്നു പോകും. എൻ്റെ കഴിവ് ആക്ടറായിട്ട് മാത്രമല്ല, ഞാനൊരു എൻ്റർടൈനറാണ് മോർ ദാൻ ആൻ ആക്ടർ. അല്ലെങ്കിൽ ഞാൻ ആക്ടിങ്ങിൽ മോഹൻലാലിനെ പോലെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാവണം. എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളൊക്കെ ഒരുമിച്ച് വന്നതാണ് മമ്മൂട്ടിയൊക്കെ. ആ സമയത്ത് മമ്മൂട്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആക്ടിങ് കരിയറെ വളർത്തിക്കൊണ്ടുവന്നത്.